CPM സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് ആരംഭിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം നേതൃയോഗങ്ങളിൽ ചർച്ചയാകും. 16, 17 തീയതികളിൽ സെക്രട്ടേറിയറ്റും 18, 19, 20 തീയതികളിൽ സംസ്ഥാന കമ്മിറ്റിയും ചേരും. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി പറഞ്ഞതുപോലെയാണ്, തുടർച്ചയായ രണ്ടാം തവണയും ഇവിടെ നിന്ന് ഒരു സീറ്റ് മാത്രം ലഭിച്ച സാഹചര്യം, അത്തരത്തിലൊരു കനത്ത തോൽവി അത് വിലയിരുത്താൻ അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ പരിശോധിക്കാൻ വേണ്ടി നേതൃയോഗങ്ങൾ ചേരുന്ന സാഹചര്യം എങ്ങനെ നോക്കിക്കാണാം? ലക്ഷ്മി, CPM സംസ്ഥാന നേതൃയോഗങ്ങൾ ആരംഭിക്കുകയാണെന്ന് CPM സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. ഇന്നും നാളെയുമാണ് CPM സെക്രട്ടേറിയറ്റ് ചേരുക. 18, 19, 20 തീയതികളിലാണ് CPM സംസ്ഥാന കമ്മിറ്റി ചേരുന്നത്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമാണ് ഇടതുമുന്നണിക്ക് നേരിടേണ്ടി വന്നത്. തുടർച്ചയായ രണ്ടാമത്തെ തവണയും ഒരു സീറ്റ് മാത്രമാണ് ഇടതുമുന്നണിക്ക് നേടാൻ കഴിഞ്ഞത്. പിണറായി സർക്കാരിനെതിരെയുള്ള ആ ഒരു ഭരണവിരുദ്ധ വികാരം അത് കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. പാർട്ടിക്കുള്ളിൽ തന്നെ നിലവിൽ അത് ഉയർന്നു വന്നിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു ചർച്ചകൾ ഏതായാലും ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ ഈ വിഷയം വളരെ കൃത്യമായി തന്നെ ഈ ഒരു പരാജയത്തിന്റെ കാരണം എന്താണ് എന്നുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടാകും. എല്ലായിടങ്ങളിലും വോട്ട് നില വലിയ രീതിയിൽ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തിരുവനന്തപുരത്ത് തന്നെ പന്ന്യൻ രവീന്ദ്രൻ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. ആകെ ആലത്തൂരിൽ മാത്രമാണ് സീറ്റ് നേടാനായത്. ഈ ഒരു സാഹചര്യം എന്താണെന്നുള്ളതാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് പ്രധാനമായും പരിശോധിക്കുക. മാത്രമല്ല, BJPക്ക് ഓരോ മണ്ഡലത്തിലും ഉണ്ടായ വോട്ട് വർധനവ് അതും വലിയ രീതിയിൽ CPM-നെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അത് തിരുവനന്തപുരത്ത് കാര്യമെടുക്കുകയാണെങ്കിലും ആറ്റിങ്ങലിലാണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും എവിടെയാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു വർധനവ് ഈ 1-ാം സ്ഥാനത്തേക്ക് എത്തിയ ആളിനേക്കാൾ വളരെ തൊട്ടു പിറകിൽ നിൽക്കുന്ന രീതിയിലേക്ക് വോട്ട് ഉയർത്താൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ നിലയിൽ ഉണ്ടാകുന്ന ഒരു വർധനവ് അത് CPM-നെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ ഒരു വലിയ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ വിജയം ഇതൊക്കെ തന്നെ CPM-നെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന നേതൃയോഗങ്ങൾ ആരംഭിക്കുന്നത്. ഇന്നും നാളെയുമാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുക. സ്ഥാനാർത്ഥി നിർണയം, ഒപ്പം തന്നെ പ്രചാരണവും അടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ ഈ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ജില്ലകളിൽ നിന്നൊക്കെ വന്ന വോട്ട് കണക്കുകൾ റിപ്പോർട്ടുകളൊക്കെ നേരത്തെ തന്നെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൽ വളരെ പ്രസക്തമായ കാര്യം CPM സംസ്ഥാന സെക്രട്ടറി നേരത്തെ തന്നെ ഈ ഫലം വന്നതിന് ശേഷം പറഞ്ഞതുപോലെ സർക്കാർ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തും എന്നുള്ളത്. അത് CPI-യിൽ അടക്കം ആ രീതിയിലൊരു വിമർശനം പിണറായി സർക്കാരിനെതിരെ, പിണറായി വിജയനെതിരെ വ്യക്തിപരമായി വന്നിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷെ ആ ഒരു തിരുത്തൽ എത്രത്തോളം നടക്കും എന്നുള്ളതാണ് നോക്കി കാണേണ്ടത്. തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തും എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞൊരു കാര്യം. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ CPI-യിൽ നിന്ന് അത് മാത്രമല്ല അല്ലാതെ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. കാരണം അത്രത്തോളം ഒരു തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് നേരിടേണ്ടി വന്നത്. അത്രത്തോളം ഓരോ മണ്ഡലത്തിലും പിന്നോട്ട് പോകുന്നൊരു സാഹചര്യം. ഈ ഭരണവിരുദ്ധ വികാരം എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. കാരണം ഈ സംസ്ഥാന സർക്കാർ ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും, എല്ലാ പദ്ധതികളും യാതൊന്നും ചെയ്യാതെ മുന്നോട്ട് പോയത് വലിയ രീതിയിൽ ജനങ്ങളിൽ അതൃപ്തി ഉണ്ടാക്കി എന്നുള്ളതാണ് പൊതുവിലുള്ള ഒരു വിലയിരുത്തൽ. ക്ഷേമ പെൻഷൻ തന്നെ അത് കൃത്യമായി നൽകേണ്ട ഒരു കാര്യമാണ്. അതും 5-6 മാസത്തെ കുടിശ്ശിക ക്ഷേമ പെൻഷനിൽ ഉണ്ടാവുക, സർക്കാരിലെ KSRTC ജീവനക്കാർക്ക് ശമ്പളം നൽകാതിരിക്കുക, പെൻഷൻ നൽകാതിരിക്കുക, കാരുണ്യ പോലത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ അത് BPL കുടുംബങ്ങൾക്ക് പ്രതിവർഷം സഹായം ലഭിക്കുന്ന 5 ലക്ഷം രൂപ വരെ സഹായം ലഭിക്കുന്ന സാധാരണക്കാരുടെ ഏറ്റവും ആശ്രയമായിട്ടുള്ള, ഇവർക്ക് ഏറ്റവും സഹായമായിട്ടുള്ള പദ്ധതികൾ, ഈ പദ്ധതികളൊക്കെ പൂർണ്ണമായും സംസ്ഥാനത്ത് നിലയ്ക്കുന്ന ഒരു സാഹചര്യം. അതേസമയം തന്നെ ഈ സാധാരണക്കാരെ സഹായിക്കുന്ന എല്ലാ പദ്ധതികളും, എല്ലാ ക്ഷേമ പെൻഷനുകളും ആനുകൂല്യങ്ങളും എല്ലാം ഇടത് സർക്കാർ വന്നതിന് ശേഷം അത് ഇല്ലാതാക്കുന്നു. അതേസമയം തന്നെ മറുവശത്ത് സർക്കാരിന്റെ ധൂർത്ത് യഥേഷ്ടം തുടരുന്നു. ഇതും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. കേരളീയം സംഘടിപ്പിക്കുന്നു, നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നു, ലോക കേരള സഭ സംഘടിപ്പിക്കുന്നു, വിദേശത്തേക്ക് ടൂർ പോകുന്നു, അതിനായി ഇത്തരത്തിൽ ലക്ഷങ്ങൾ ചിലവഴിക്കുന്നു. ഇതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രയോജനം സാധാരണക്കാർക്കോ കേരളത്തിനോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്തരത്തിലുള്ള ഒരു മറുപടി, ഒരു കൃത്യമായ ഒരു വിശദീകരണം നൽകാനും സർക്കാരിന് കഴിയുന്നില്ല. ഇത് തന്നെ ഈ രീതിയിലുള്ളൊരു ധൂർത്ത് തുടരുന്നതും മറ്റൊരു വശത്ത് ഇത്തരത്തിലുള്ള ക്ഷേമകാര്യങ്ങൾ പൂർണ്ണമായും മുടങ്ങുന്നതും ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ളൊരു അതൃപ്തി ഉണ്ടാക്കി. അത് പിണറായി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് ആ ഒരു ഫലത്തിൽ പ്രതിഫലിച്ചു എന്നുള്ളതാണ്. തിരുത്തി മുന്നോട്ട് പോകും. തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ
തിരുത്തി പോകും എന്ന് പറയുന്നതല്ലാതെ അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകും, അതിലുള്ള എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടാവുകയോ എന്നൊന്നും അറിയത്തില്ല. കാരണം അതിനുശേഷമാണ് വീണ്ടും ഈ ലോക കേരള സഭയൊക്കെ സംഘടിപ്പിക്കുന്നത്. യാതൊരു തരത്തിലുള്ള പ്രയോജനവുമില്ല. അതായത് മുൻപ് സമ്മേളിച്ച സമ്മേളനത്തിൽ ഏതാണ്ട് 70ഓളം നിർദ്ദേശങ്ങൾ ആയിരുന്നു ആ ഒരു സമ്മേളനത്തിൽ പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് നടത്തുന്നതെന്ന് പറയുമ്പോൾ 70ഓളം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതിൽ ആകെ നടപ്പായത് 3 മാത്രം, വളരെ കുറച്ച് മാത്രമാണ്. ബാക്കി എല്ലാ നിർദ്ദേശങ്ങളും അതേ രീതിയിൽ തന്നെ ആ പദ്ധതികളെല്ലാം വെറും പ്രഖ്യാപനങ്ങൾ മാത്രം ഒതുങ്ങി എന്നുള്ളതാണ് വസ്തുത. പിന്നെ എന്തിനാണ് ഇത്രത്തോളം ലക്ഷങ്ങളും കോടികളും ചിലവഴിച്ച് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഉയരുന്നൊരു ചോദ്യം. ആ ഒരു പൊതുജനങ്ങൾക്കിടയിൽ തന്നെ അത് വലിയ രീതിയിൽ ഒരു അതൃപ്തിക്ക് ഇടയാക്കിയിട്ടുണ്ട്. അത് കൃത്യമായി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് തന്നെയാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. CPM-നകത്തു നിന്നും CPI-യിൽ നിന്നും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഏതായാലും ആ വിഷയങ്ങളെല്ലാം തന്നെ ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. മാത്രമല്ല BJP-യുടെ വോട്ട് ഷെയറിലുണ്ടായ ഒരു വർധനവ് അതും CPM-നെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അക്കാര്യം ഇന്നത്തെ യോഗം ചർച്ച ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 18, 19, 20 തീയതികളിലും നേതൃയോഗങ്ങളുണ്ട്. ഇന്നും നാളെയും ചേരുന്നത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ്. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.